എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എല്ലാവരും സുഖമായിട്ട് ക്ഷേമത്തോടിരിക്കുന്നെന്ന് കരുതുന്നു. ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിരുന്തൂർ കൊടുക്കൽ അന്നത്തെ വീഡിയോ കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ അതുപോലെ ഇന്ന് ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഞങ്ങളുടെ സൊസൈറ്റിയിലെ ഒരു പ്രോഗ്രാം ഇട്ടില്ലേ. അപ്പം പലരും എൻ്റെ അടുത്ത് പറഞ്ഞ് അവരെയും കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പീര്, അവർ സബ്സ്ക്രൈബ് ചെയ്തോന്ന്. കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതാണ്. പക്ഷേ മലയാളികൾ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്താലും നമുക്ക് യാതൊരു പ്രയോജനമില്ല. അത് നമുക്ക് 1 lakh ആകുമ്പം പ്ലേ ബട്ടൺ കിട്ടും, അതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തൊരു കാണാതെ നമുക്കൊരു പ്രയോജനമില്ല അല്ലേ. എനിക്കിപ്പോൾ ഒരു 95,000 ആൾക്കാരുണ്ടെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നത് എത്ര പേരാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ യൂട്യൂബിൽ ഒരു നിയമം ഉണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ, കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സും നേരത്തേക്കാൾ ഡെയിലി കുറഞ്ഞു വരും. കാരണമെന്ന് പറയുന്നത് അവർ ഈ കുറച്ച് നാൾ കാണാതിരിക്കുന്ന ചില ഐഡികൾ യൂട്യൂബ് തന്നെ ക്യാൻസൽ ആക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് യാതൊരു പ്രയോജനമില്ല. ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു വീഡിയോ കാണുവാണെങ്കിൽ നമുക്ക് പ്രയോജനമുള്ളൂ. എനിക്കാണെങ്കിലും ഇപ്പം മാസം വരത്തില്ല, റിവ്യൂ ഇൻകം വരത്തില്ല. 2 മാസം കൂടുമ്പോഴൊക്കെ വരത്തുള്ളൂ. കാരണം വ്യൂസ് തീരെ കുറവല്ലേ. അതുകൊണ്ട് ഇപ്പം ഒരു ചാനൽ തന്നെ, ഒരു വീട്ടിൽ തന്നെ 2-3 ചാനലുകളൊക്കെയാണ്. അപ്പം അങ്ങ് ദൂരെ ചാനലല്ലേ. അപ്പം യൂട്യൂബ് എന്തോ ചെയ്യും, എന്തെങ്കിലും കാരണം നോക്കി അവർ ഓരോ റൂൾ പുതിയത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ പലരും സബ്സ്ക്രൈബ് ചെയ്ത്, അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് പ്രയോജനമില്ലല്ലേ. അവർ കാണാതിരുന്നാൽ എന്തോ പ്രയോജനം. കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും അവരുടെ ഐഡിയും നമ്മളിൽ നിന്ന് ക്യാൻസലാക്കും. അതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ചിന്തിക്കും, ഇപ്പം ഇത്രയും എൻ്റെ ഈ സബ്സ്ക്രൈബ് ചെയ്തവർ എല്ലാവരും കാണുവാണെങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ ഇപ്പം എനിക്ക് വരുമാനം വന്നതിനെയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനനുസരിച്ച് വ്യൂസ് ഇല്ല അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ. ഇന്നലത്തെ വീഡിയോയിലേ റീച്ചാൻ ഇങ്ങനെ അടുക്കളയിൽ വന്ന് ഇന്നോണ്ടേ ഞാൻ പറഞ്ഞില്ലേ പോ റീച്ചാന്ന്. ഒരു കമൻറ്റ് വന്നു, എന്തിനാണ് റീച്ചാനെ ഓടിച്ചു വിട്ടേ, റീച്ചാനെയും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന്. ഞാൻ ഓടിച്ചു വിട്ടേ അല്ല, റീച്ചാൻ ഇങ്ങനെ പുറകിൽ നിന്നിട്ട് എന്നോട് പറയുക നീ വീഡിയോ ഓഫാക്ക് എന്നിട്ടേ ഞാൻ പോകത്തുള്ളത്. ഞാൻ പറഞ്ഞു റീച്ചാൻ ഞാനിങ്ങനെ നിൽക്കുന്നത് എൻ്റെ ഈ വണ്ണം കൊണ്ട് റീച്ചാൻ പുറകെ നിൽക്കുന്നത് റീച്ചാനെ കാണുന്നില്ല. ആ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു റീച്ചാൻ കാണത്തില്ല, റീച്ചാൻ പോകുന്നു. റീച്ചാൻ മുറിയിൽ നിന്ന് അതാ എന്നോട് എന്നെ ഓരോന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഓണാക്കി ഇന്നാളിപ്പോളും ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴല്ലേ അത് ഓണാന്ന് അറിഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു റീച്ചാനെ കണ്ടില്ല, റീച്ചാൻ്റെ കഴുത്തിൻ്റെ അവിടെ തൊട്ടേ കണ്ടുള്ളൂ, സാരമില്ല, അല്ലെങ്കിൽ ഞാനത് ഇടത്തില്ലായിരുന്നു, കാണുമായിരുന്നെങ്കിൽ ഞാൻ ഇടത്തില്ലായിരുന്നു. അങ്ങനെ അതാ ഞാൻ ഓടിച്ചു വിട്ടല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഈ കാരണം കൊണ്ട് റീച്ചാൻ നിർത്ത് ഓഫാക്കെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞേ ഇല്ല, കുഴപ്പമില്ല, പോന്നു. റീച്ചാൻ വീഡിയോയിൽ വരും, പക്ഷേ നാണോ. അപ്പം ഒരു കമൻറ്റ് റീച്ചാൻ എന്തോ ഞങ്ങളൊന്നും കണ്ടില്ലേ റീച്ച. എനിക്ക് ആ കമൻസൊക്കെ വായിച്ചിട്ടങ്ങ് ചിരിയും വന്ന്. ഞാൻ ഈ കമൻസുകളെല്ലാം റീച്ചാൻ വരുമ്പോഴും പോളിൻ്റേതാണെങ്കിലും പോള് വരുമ്പോഴും എല്ലാവരുടെയും കമൻസ് ഞാൻ കാണിക്കാതൊന്നും ഇരിക്കത്തില്ല. റീച്ചാൻ ഓഫീസിൽ ചെന്നിരുന്ന വീഡിയോ കാണുന്നത്. അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഇന്നത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഒത്തിരി ഒരു 20-22 മിനിറ്റൊക്കെ ഒത്തിരി ആണെങ്കിൽ കാണുന്നവർക്ക് ഒരു ബോറാകും. അത് ലെങ്ത് കൂടുതലാണെങ്കിൽ ഞാനത് പാർട്ട് 1 പാർട്ട് 2 ആക്കി ഇടാമേ. കാരണം അവർ ഫുഡ് കഴിക്കുന്നതും എല്ലാം ഉണ്ട്. അപ്പോൾ അഥവാ ലെങ്ത് ഞാൻ കഴിയുന്നത് ഞാൻ ഷൂട്ട് ചെയ്ത് ഇടാൻ നോക്കാം. അല്ലെ എത്രയുണ്ട് ഇപ്പം ഞാൻ എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടൊരു 50 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്ത് എത്ര മിനിറ്റ് ആക്കാമെന്ന് നോക്കട്ടെ. രാവിലെ ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം എനിക്ക് പെട്ടെന്ന് ജോലികൾ തീർത്തിട്ട് ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പം ഇപ്പോൾ ഒരു 4 പേരെ ഉള്ളതിൽ ഞാനത് ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കും. കാരണം നമുക്ക്
കുറയരുത്, ആ ഒരു കണക്കാണ് എൻ്റേത്. കുറയത്തില്ലെന്നറിയാം, എന്നാലും ഒരു ഉൾഭയമുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ തന്നെ അല്ലേ നമ്മൾ ഇത്രയും ഉള്ളതിന് ഉള്ളി ആണെങ്കിലും എല്ലാം അരിഞ്ഞ് എല്ലാം പറക്കിയെടുത്ത് വരുമ്പോൾ സമയം പോവും. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ജോലികളെല്ലാം തീർക്കണം. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ഇങ്ങനെ ഒത്തിരി അഥവാ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സ്പീഡില്ലെങ്കിൽ തലേന്നേ വാങ്ങിച്ചിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മസാല പുരട്ടി വെച്ചാൽ രാവിലെ ജോലി ഇത്തിരി കുറഞ്ഞിരിക്കും. ഞാനിതിങ്ങനെ പറയാൻ കാര്യം, നമ്മൾ ഈ ബൾക്കായിട്ടൊക്കെ ഇത്തിരി ഉണ്ടാക്കുമ്പം ചിലർക്കത് ഒത്തിരി യൂസ്ഫുൾ ആവും. ചിലരുടെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലും പ്രെയറോ അങ്ങനെ വല്ലതും വെക്കുന്ന ഉടനെ അവർക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഈ പുതിയ ജോലി പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു ഉപകാരമാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ഉള്ളിയൊക്കെ പൊളിച്ച് വെക്കണമെങ്കിൽ ഉള്ളിയൊക്കെ പൊളിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്ന ഉടനെ അതൊരു സ്മെല്ലെടുക്കും. ഒന്നീ നിങ്ങൾക്ക് ഉള്ളി പൊളിച്ചിട്ട് വേണമെങ്കിൽ അത് വഴട്ടി മസാലയൊക്കെ പുരട്ടി ചേർത്തങ്ങ് വെക്കാം. അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റുള്ള ഡബ്ബയിൽ അടച്ച് ഫ്രിഡ്ജ് വെക്കാം. അല്ലെങ്കിൽ ഒരു കവറിലെങ്ങാനും കെട്ടി വെക്കാം. ഉള്ളിയൊക്കെ പൊളിക്കുവാണെങ്കിൽ ഒത്തിരി ഉണ്ടെങ്കിൽ, ഇപ്പോൾ 1 കിലോ എങ്ങാനാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, രാവിലെ നമുക്കങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കടലക്കറി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഒരു 3 കിലോ ചിക്കനാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ബോൺലെസ് ആയിട്ടുള്ളത് ഒരു 1/2 കിലോ വാങ്ങിച്ച്. ഇതിപ്പോൾ 600 ഗ്രാം ഉണ്ടെന്ന് റീച്ചാൻ പറഞ്ഞു. ഈ ബോംബെയിലൊക്കെ ഉള്ളവർക്കറിയാം, ഇവിടെ നമുക്ക് ചിക്കൻ കിട്ടുന്നത് ബോൺലെസ്, പിന്നെ മട്ടൺ. നമ്മൾ സാധാരണ മട്ടൺ എന്ന് പറയുന്നത് ഈ ആടിൻ്റെ ഇതിനല്ലേ, മാംസത്തിനല്ലേ മട്ടൺ എന്ന് പറയുന്നത്. ഇവിടെ മട്ടൺ എന്ന് പറയുന്നത് ഈ ചിക്കൻ്റെ മുഴുവനെയുള്ള കോഴി അല്ലാതെ ഈ കഴുത്തും ഈ വാരിയലിൻ്റെ അവിടെ ഒക്കെ മാറ്റിയിട്ട് കുറച്ച് മട്ടൺ മീൻസ് നമ്മൾ കഴിക്കത്തക്ക. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ആരും കഴുത്ത് കഴിക്കത്തില്ല, ഈ വാരിയലിൻ്റെ അവിടെയൊക്കെ ഇഷ്ടമല്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ മുഴുവനെയുള്ള ഒരു കോഴിയെ അക്കായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ അതൊക്കെ കാണുമല്ലേ. ഇതാകുമ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് തരും. പക്ഷേ ബോൺലെസ്സിന് എൻ്റെ വിലയേക്കായി കുറച്ചുകൂടെ കുറവാണ്. അല്ലെങ്കിൽ സാധാ ചിക്കനേക്കായി കുറച്ചുകൂടെ കൂടുതലാണ് മട്ടൺ ടൈപ്പിന്, അതിനേക്കായി കുറച്ചുകൂടെ കൂടുതലാണ് ബോൺലെസ്സിന്. അപ്പം ഇവിടെ വാങ്ങിക്കുമ്പം 1/2 കിലോ ബോൺലെസ്സും വാങ്ങിക്കും, ബാക്കി അല്ലാതെ മട്ടനും വാങ്ങിക്കും. അപ്പം ആർക്കും കഴുത്ത് കിട്ടിയെന്നുള്ള പരാതി വേണ്ടല്ലേ, കഴിക്കത്തുമില്ല. ബോൺലെസ് കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പീസാക്കിക്കൊണ്ട് വരണ്ടാന്ന്. അപ്പോൾ ഇപ്രാവശ്യത്തെ പീസ് ഞാൻ പറഞ്ഞിച്ച് ചെറിയ പീസാക്കിക്കൊണ്ട് വരാം. പക്ഷേ ഞാൻ കഴുകാനെടുത്തുടനെ ഇച്ചിരി കൂടുതലായിപ്പോയി പീസ് ചെറുത്. ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു, ഇച്ചിരി ചെറുതായിപ്പോയല്ലോ എന്ന്. 1 കിലോ ചിക്കന് വേണ്ടി ഞാനൊരു 1.5 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 കുടം വെളുത്തുള്ളി, ഒരു വലിയ 2 കഷ്ണം ഇഞ്ചി, 3-4 തണ്ട് കറിവേപ്പില, എല്ലാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കട്ടെ നന്നായി. കാരണം ഈ കറിക്ക് ഇത്തിരി ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വേണം, അതുകൊണ്ടാണ്. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്ന് ഇതിലേക്കൊരു 4 മീഡിയം സൈസിലെ ടൊമാറ്റോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിക്ക് 3 കിലോ ചിക്കന് 1.5 കിലോ ഉള്ളി ചേർത്താൽ മധുരം വരത്തില്ലേന്ന്. മധുരം ഒന്നും വരത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിന് ഇത്തിരി നല്ല കുറിയ തിക്കായ ഒരു ഗ്രേവിയാണ് നമുക്ക് വേണ്ടിയെന്ന്. അപ്പോൾ ഈ ഉപ്പ് ഇട്ടിട്ട് ഇച്ചിരി നേരം ഞാൻ അടച്ചു കൊടുക്കും. അപ്പോൾ ആ ടൊമാറ്റോയൊക്കെ ഒന്ന് നന്നായി സോഫ്റ്റായിട്ട് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇറങ്ങി നന്നായി ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പം ഞാനിപ്പം ആ സവാളയൊക്കെ വഴന്നതിൻ്റെ അകത്ത് പൊടികൾ ഡയറക്റ്റ് ചേർക്കുന്നില്ല. ഞാനൊരു പാനിൻ്റെ അകത്ത് സെപ്പറേറ്റ് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്തത്. നിങ്ങൾക്ക് മറ്റേ എരിവെണ്ണയോടെ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം. ഞാനിപ്പോൾ ചേർക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ രീതി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ ചിലരിപ്പോൾ പറയുക ഞങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചെന്നേ ഉള്ളേ. ഇപ്പം ഞാനിത് ചെറിയ തീയിൽ ഇതൊന്ന് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം പോകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അങ്ങനെ ഇപ്പം വന്നിട്ടുണ്ട്. അതെന്നിട്ട് ഞാൻ ഈ ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ചെറിയ തീയിൽ വീണ്ടും ഈ ഉള്ളിക്കകത്ത് ഇതിട്ട് കുറച്ച് നേരം അടച്ചൊക്കെ കൊടുത്ത് ആ മസാല ഒരു
ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ ഞാനൊരു 5-15 മിനിറ്റോളം ഞാൻ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി അതൊരു നല്ല ബ്രൗൺ കളറാക്കുന്നിടം വരെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് വീഡിയോയിൽ കൂടെ ഒരു ചുമന്ന കളറ് കാണുന്നു. ചുമപ്പല്ല, ഇത്തിരി ഒരു കറുപ്പ് പോലായിട്ടുണ്ട്. 1.5 കൈപ്പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുതിർത്ത് വെക്കട്ടെ. ഇതിൽ നിന്നൊരു 1-2 സ്പൂൺ മീൻസ് ഈ തവിക്ക് 1-2 തവി ഞാനെടുത്ത് മാറ്റി തണുത്തിട്ടൊന്ന് അരയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് 2 ലെഗ് പീസ് ഇട്ടിട്ടുണ്ട് മുഴുവനെ. ഞാൻ പറഞ്ഞ് കൂടുതൽ വേണ്ട, കാരണം ലെഗ് പീസ് തന്നെ പ്രൈസിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ലെഗ് പീസ് കൊണ്ടുവന്നാലേ അതിന് തന്നെ ഒരു വെയിറ്റ് അങ്ങ് പോകും. 3-4 ലെഗ് പീസ് എന്ന് പറഞ്ഞാൽ പിന്നെ പീസ് കുറവായിരിക്കും. അപ്പോൾ ഇത് ഞാൻ കഴുകിയുണ്ട്. ഞാൻ റേച്ചാനോട് പറയും ചെയ്തു, റേച്ചാ ഇതൊരു വല്ലാത്ത പദമായിപ്പോയല്ലേ. റേച്ച എന്നെ വീഡിയോ കോൾ കാണിച്ച് ഇങ്ങനെ ഇത്രയും മതി. അപ്പം വീഡിയോ കോളിൽ കൂടെ എനിക്ക് വലുതായിട്ട് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു റേച്ചാൻ ഒന്ന് ചിന്തിക്കായിരുന്നല്ലോ. പക്ഷേ കറി വെച്ചോണ്ടേ നല്ലതായിരുന്നു കേട്ടോ. കാരണം മസാലയെല്ലാം നന്നായി അങ്ങ് അതിൻ്റെ അകത്ത് പിടിച്ച് ഒത്തിരി നമുക്ക് ഇട്ട് വേവിക്കുകയും വേണ്ടായിരുന്നു. എനിക്ക് ഇത്രയും ജോലികൾ ചെയ്തിട്ട് ഒരു ഹെവിയായിട്ട് തോന്നിയില്ല കേട്ടോ. പെട്ടെന്നെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയും ചെറിയ പീസായിരുന്നു. ഞാൻ ആ ബോൺലെസ് ഞാൻ ഇച്ചിരി വലുതാക്കി, ബാക്കിയെല്ലാം ചെറിയ പീസായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് എല്ലിൽ നിന്നൊക്കെ പെട്ടെന്ന് വിട്ട് വരത്തക്ക വിധത്തിലുള്ള ഒരു ഇതായിരുന്നു. ചിക്കനൊക്കെ ഇട്ടിട്ട് ആദ്യം ഞാൻ ഇളക്കിയില്ല. തീ ഇച്ചിരി ഇട്ടിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇളക്കിയത്. കാരണം എനിക്കൊരു പേടി, അത് കൊച്ചു പീസായതുകൊണ്ട് എനിക്കങ്ങ് പേടിയാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ സ്റ്റീൽ തവിയല്ല ഇട്ടത്, ഞാൻ വേറൊരു വുഡൻ്റെ തവി ഇട്ടാണ് ഞാൻ ഇളക്കിയത്. സ്റ്റീൽ തവി ഇട്ടാൽ അത് പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇനി ഞാൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടേ പീസാക്കി എടുക്കത്തുള്ളൂ. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. മീൻസ് സാധാരണ ഞാൻ അങ്ങനെ ഇപ്രാവശ്യത്തെ ചിക്കൻ അങ്ങനെ കഴിച്ചില്ല, എന്നാലും അന്നത്തെ ദിവസം ഞാൻ ഇച്ചിരി കഴിച്ചു. ഒരു പ്രത്യേക രുചിയായിരുന്നു ഇപ്രാവശ്യത്തേത്. ഇതെന്തുവന്നേലും കൊള്ളായിരുന്നു. അപ്പോൾ അതിൽ 1-2 ലിവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ആ ലിവർ ഇട്ട് ഇളക്കിയില്ല, ലിവർ മാറ്റി വെച്ചേക്കുക. ചിക്കൻ്റെ ലിവർ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതേസമയം ബീഫിൻ്റെ ആണെങ്കിൽ വേവും തോറും അത് ഹാർഡായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഞാനെടുത്ത് മസാല മാറ്റി വെച്ചായിരുന്നെന്ന്. അതിപ്പം ഞാൻ മിക്സിയിലൊന്ന് അരച്ചത് അതുകൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ മസാലയും കൂടി ഇതിൽ കിടന്ന് വേവണം. അപ്പോൾ അതിൻ്റെ അകത്ത് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി ഒരു ഇച്ചിരി വെള്ളമൊക്കെ ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, കാരണം സ്റ്റാർട്ടിങ് അങ്ങനെ ഇറങ്ങാൻ. സ്റ്റാർട്ടിങ് നിങ്ങളതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ, കാരണം മസാലയൊക്കെ അടുക്കി പിടിക്കും. അതുകൊണ്ട് ഒരു ചെറിയ തീയിൽ വെക്കുന്ന ഉടനെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ തീ കൂട്ടിയിടാൻ നോക്ക്. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ, അറിയാവുന്നവർ നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്തോ കേട്ടോ. അതുപോലെ ഞാൻ ഒഴിക്കുന്ന വെള്ളവും ചൂടുവെള്ളമാണ്. ഇപ്പം ഞാനവിടെ ഓൾറെഡി കുടിക്കാനൊക്കെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ ഒരു ഇച്ചിരി തിളപ്പിച്ച വെള്ളം ഒഴിക്കണേ. പച്ചവെള്ളം ഒഴിച്ചാലൊരു വല്ലാത്ത, കാരണം നമ്മൾ മസാല എല്ലാം ചൂടാക്കി ചേർത്ത് ഇനി ചൂടുവെള്ളം ഒഴിച്ചാൽ മതിയേ. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ല ഇച്ചിരി 1-2 ഗ്ലാസോളം, കാരണം ഇത്രയും 3 കിലോ ചിക്കനില്ലേ, അത്രയും വെള്ളമൊക്കെ ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച്, അപ്പോൾ അടിയിൽ നിന്ന് തിള വരുന്നുണ്ട്. ഇനി ഞാനിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇച്ചിരി ഉപ്പൂടെ ഒഴിച്ചിട്ട് 2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്, നല്ല ചൂടുള്ള, ഒന്ന് ചൂട് പിടിച്ചാൽ മതി. അത് നിങ്ങളുടെ ഓരോ പാത്രവും അനുസരിച്ച് നിങ്ങൾ ചെയ്യണേ. അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. അപ്പോൾ അതവിടെ കിടന്നങ്ങ് വെന്തോളും. വെള്ളമൊക്കെ ഇപ്പം നന്നായി ഇറങ്ങി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നന്നായി കുറേയും കൂടെ ചാറൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു. ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേച്ചാൻ ഇവിടെ ഉണ്ട്. റേച്ചാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു, കാരണം അവിടെ വരുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ റേച്ചാനോട് പറഞ്ഞു ഇതൊന്ന് നമ്മൾ വെന്തോന്ന് നോക്കുന്നത് എല്ലുള്ള പീസ് എടുത്ത് നോക്കണേ. അപ്പോൾ റേച്ചാൻ ഉറക്കം വരുന്നതെന്ന് പറഞ്ഞ് ചായ കുടിക്കാനൊക്കെ അടുക്കളയിൽ വന്നതാണ്. എന്നിട്ട് ചപ്പാത്തി എടുത്ത് കഴിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു
ഓഫീസിലായിരുന്നു എന്തോ ചെയ്യും, കോഴിയുടെ കൂട്ടടക്കി. ഇപ്പോൾ 1-2 പ്രാവശ്യം അടുക്കളയിൽ വന്ന് ചായ കുടിക്കാനും ചപ്പാത്തി തിന്നാനും. അപ്പം ഞാനാണെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലേ, അതൊന്ന് കഴുകിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടിരുന്നത്. ആ വെള്ളം അരയ്ക്കാൻ നേരം ഇച്ചിരി വെള്ളം വേണമായിരുന്നല്ലേ, ആ വെള്ളം ഒഴിച്ച് അരച്ചു. എന്നിട്ട് അത് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ടേ. എന്നിട്ട് ഇനി ഒന്ന് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അധികം തിളയ്ക്കൊന്നും വേണ്ട. അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് തിക്കാവും. ഇവിടുത്തെ പിള്ളേർക്ക് സാധാരണ ഇത് നന്നായിട്ട് കുറച്ചുകൂടെ നല്ല തിക്കായിട്ടാണ് എടുക്കേണ്ടത്. ഇവർക്ക് ഇച്ചിരി ചാറായിട്ട് വേണം. അപ്പോൾ ഞാൻ എന്തോന്നേലും ഇത്രയും എടുത്തു. പിന്നെ അവർക്കും ഈ വന്നവർക്കും എനിക്ക് തോന്നുന്നു ചാറ് വേണമായിരുന്നു. എന്തെങ്കിലും ആവശ്യത്തിനുള്ള ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ റൈസ് ഉണ്ടാക്കാനും പോളുമ്പോൾ പറഞ്ഞു, മമ്മി ക്യാഷ്യൂനട്ടും കിസ്മസും ഒന്നും ഇടണ്ട, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അതായതാന്നൊക്കെ. അപ്പം അവർ കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്യാഷ്യൂനട്ടും കിസ്മസൊക്കെ ഇടുന്നത് ഇഷ്ടമായിരുന്നോന്ന്. ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇവനോട് പറഞ്ഞു, ഇപ്പോൾ നീ ഇല്ലി പറഞ്ഞത് ഇഷ്ടമായിരിക്കത്തില്ലെന്ന്. നിനക്കിഷ്ടം, അവനിഷ്ടമല്ല, അവനെല്ലാം മാറ്റി വെക്കും കിസ്മസും അണ്ടിപ്പരിപ്പും. ഞാൻ ഉദ്ദേശിച്ചത് ഈ കറി കുറേയും കൂടെ ഒരു ബ്ലാക്ക് കളറായിട്ടാണ് ചിന്തിച്ചത്. പക്ഷേ അത്രയും അങ്ങോട്ട് ഈ കാഷ്യൂനട്ട് ചേർത്തപ്പോഴത്തേന് അത്രയും ബ്ലാക്ക് കളർ വന്നില്ല. ഇതിനകത്ത് കുറച്ചുകൂടെ സവാള നന്നായിട്ട് വൈകിട്ട് ചേർത്തായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഒരു മധുരത്തിൻ്റെ ഇതായിട്ട് ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ സാധാരണ നമ്മളിവിടെ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഇത്തിരിയും കൂടെ എരിവ് ചേർക്കും. പക്ഷേ ഇത് ഞാൻ ഇച്ചിരി എരിവൊക്കെ തീരെ കുറച്ചാണ് ചേർത്തത്. അന്നേരം ഒരു ടേസ്റ്റും അത് കഴിക്കാൻ. ഉപ്പ് നോക്കട്ടെ. ഞാൻ വെച്ചോണ്ട് പറയവല്ല, സൂപ്പർ. എരിയില്ല. ഇനി തണുക്കുമ്പോൾ കുറയും കൂടെ അങ്ങ്. എന്നാലും എത്ര മണിന്ന് പറഞ്ഞില്ലേ? അല്ല, എത്ര മണിന്ന് പറഞ്ഞില്ലേ? തുണിയായി, ഇനി തുണി വിരിക്കണം. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ റൈസ് ഉണ്ടാക്കുന്നത്. സമയമുണ്ടാകും. റൈസ് ഉണ്ടാക്കട്ടെ. വെള്ളം അരി ഒന്ന് എടുക്കട്ടെ. ഞാനിപ്പം നെയ്യ് ഒഴിച്ചിട്ട് ഒരു 1/4 കിലോ ബീൻസ്, 1/4 കിലോ ക്യാരറ്റ്, 1/4 കിലോ മട്ടർ, അപ്പം അത്ര എടുത്തിട്ടുണ്ട്. അത്രയൊന്ന് ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. വേണമെങ്കിൽ ഇത് പച്ചവെള്ളത്തിലും വേവിച്ചെടുക്കാം. അതുപോലെ ഉണക്ക ഗ്രീൻ പീസ് ആണെങ്കിലും ഇതിൽ ചേർക്കാം. അതാവുമ്പം തലേന്നേ വെള്ളത്തിലിട്ട് അതൊന്ന് സെപ്പറേറ്റ് ഇത്തിരി ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ചേർക്കണേ. അപ്പം ഞാനൊരു 2 കിലോ അരി എടുക്കുന്നുണ്ട്. അവർ 4 പേരേ ഉള്ളെങ്കിലും നമ്മളും 5 പേര്. അതൊട്ടും കുറയരുത്. ഇച്ചിരി കൂടിയാൽ നമുക്ക് നാളെ ഇരുന്നാലും കുഴപ്പമില്ലല്ലേ, കുറഞ്ഞാലല്ലേ അതൊരു നാണക്കേടാവുന്നത്. അപ്പം നമ്മളൊക്കെ കണക്ക് 1 കിലോ റൈസ് 7 പേര് 8 പേരൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ 6 പേര് അങ്ങനെയൊക്കെ കഴിക്കാതാ കണക്ക്. ഇതിലേക്ക് ഞാൻ പട്ട ചെറുതായതുകൊണ്ട് ഒരു 5-6 പട്ട എടുത്തിട്ടുണ്ട്. തക്കോലം ഗ്രാമ്പും ഉണ്ട്. ഒരു 6-7 ഏലക്ക ഒന്ന് ചതച്ചിട്ടുണ്ട്. ഏലക്കയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ അകത്ത് അരിയുടെ ഇതനുസരിച്ച് വേണം ചേർക്കാൻ. ബേ ലീഫ്, കുഞ്ഞ് ബേ ലീഫ് എൻ്റെ ഇരിക്കുന്നു. ബേ ലീഫും തീർന്നു. ഇനി ബേ ലീഫൊക്കെ വാങ്ങിക്കണം. നമ്മൾ നാട്ടിലൊക്കെ ഫ്രൈഡ് റൈസ് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പൈനാപ്പിൾ ചെറിയതായിട്ട് കട്ട് ചെയ്തിടും. ഇവിടെ ഞാൻ പൈനാപ്പിളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇവിടെ എല്ലാവരും വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഞാൻ ഇച്ചിരി SMS ഒഴിക്കാമെന്ന് വെച്ചു. കുടുംബം പറയുന്നത് ഇവർ നേപ്പാളികളാണ്. മമ്മി, ഞാൻ ഇതിനകത്ത് ക്യാഷ്യൂനട്ടും റൈസിൻസും ഇടാൻ വാങ്ങിച്ചോണ്ടേ ഇന്നലെ. അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറയും പോടെ എടുക്കാം, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. മമ്മി പ്ലെയിൻ, കാരണം എന്താണ്, അമ്മമാർക്ക് ഇഷ്ടമല്ല കേട്ടോ, അമ്മമാർ കഴിക്കത്തില്ല. എന്താ ഒരു കളറ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണികൾ കുറച്ചൊക്കെ വിരിച്ചിട്ടു. ബാക്കി കുറച്ച് പിന്നെ ഇപ്പം അന്ന് വെജിറ്റബിൾസ് ഇളക്കാൻ വന്നു. പിന്നെ ബാക്കി പിന്നിടാന്ന് വെച്ച്. വെജിറ്റബിൾസ് നോക്കിയുണ്ടേ ഞാനതൊന്ന് കടിച്ച് നോക്കണേ, അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഈ
ഞാൻ അരി ഒന്ന് കഴുകി ഇപ്പോൾ ഒരു അരമണിക്കൂറായി കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിരുന്നു. അതെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ റൈസ് ഇട്ടിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊന്ന് ഇച്ചിരി നേരം ഒന്ന് കുറച്ച് നേരം ഞാനിങ്ങനെ ഇളക്കി ആ റൈസ് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരു 5-10 മിനിറ്റ് ഞാനിങ്ങനെ ചെറിയ തീയിലിങ്ങനെ ഇളക്കി കൊടുത്തു. അപ്പം നമ്മൾ കഴുകി വാലാൻ വെച്ചാണേൽ ഇച്ചിരി വെള്ളമയം ഉണ്ടല്ലോ ഇതിൽ, അതൊക്കെ ഒന്ന് പോകുന്നിടം വരെ ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ റൈസൊക്കെ ഒന്ന് എൻ്റെ അറിവിൽ പൊടിയാതെ കുഴയാതൊക്കെ കിട്ടും നമുക്ക്. പക്ഷെ ഞാനിത് പുതിയ അരി വാങ്ങിച്ചിട്ട് ഒരു ഇച്ചിരി അര ഗ്ലാസ് വെച്ച് നോക്കി. ചില റൈസ് പശപ്പ് കാണും. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് ഡ്രൈ ഒക്കെ ആയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് ഞാനൊന്ന് ഇളക്കിയെടുത്തു. ഇപ്പം 2 കിലോ അരി എന്ന് പറയുന്നത് എൻ്റെ കപ്പിന് 8 കപ്പ് അരിയാണ്. അപ്പോൾ അതിലേക്ക് 8 കപ്പിന് ഞാൻ 12 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ ആദ്യം ഒരു 7 കപ്പാണ് ഒഴിച്ചത്. പിന്നെ ബാക്കിയും കൂടെ ഒഴിക്കട്ടെ. തിളച്ച വെള്ളമായിരിക്കും. തിളച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അങ്ങ് വെട്ടിത്തിളയ്ക്കണമെന്നില്ല, നല്ല ചൂടുവെള്ളം. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കില്ല. അപ്പോൾ അരി ഒന്നുകൂടെ നമ്മളിപ്പോൾ അരി ഒന്ന് വറുത്തെടുത്തതല്ലേ, പിന്നെ അതിൻ്റെ കൂടെ പച്ചവെള്ളം കൂടെ ഒഴിക്കുമ്പോൾ അത് കല്ലിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇന്നലെ ഞാനൊന്ന് വെച്ച് നോക്കി റൈസ് എങ്ങനെ ഉണ്ടെന്ന്. ചില റൈസുകൾ പശപ്പനായിരിക്കും. അതനുസരിച്ച് വെച്ച് നോക്കിയിട്ട് വേണം. ഇതന്നേരം ഒട്ടലൊന്നും ഇല്ലാത്ത അരിയായിരുന്നു. നേരത്തെ ഇവിടെ ഉള്ള അരി ഞാൻ എടുത്തില്ല, പുതിയത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചോറിന് ആവശ്യമായ ഉപ്പൂടെ ചേർത്തിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ റൈസിൻസ് അങ്ങ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ ലാസ്റ്റ് നെയ്യിൻ്റെ അകത്ത് ചേർക്കാം. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് തിളച്ച് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണെങ്കിലും അത് വീർത്ത് വരും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വിട്ടു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിയോണ്ടേ വെള്ളമൊക്കെ അടിയിലുണ്ട്. കുറച്ചുകൂടെ മുകളൊക്കെ ഇത്തിരി വെള്ളം പോയെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ചെറിയ ഉരുളിയിൽ ഉണ്ടാക്കാൻ, ചിക്കൻ മാറ്റിയിട്ട് ചെറിയ ഉരുളിയിൽ ഉണ്ടാക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതിൽ പറ്റത്തില്ലായിരുന്നു. ഇത് വലിയ ഉരുളിയാണ്. ഇതിൻ്റെ അകത്ത് കറക്റ്റ് 2 കിലോ റൈസേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ അതൊന്ന് വെന്തിട്ടൊന്നുമില്ല അരി. ആ നടുക്ക് നമുക്ക് കടിക്കുമ്പം പച്ചപ്പുണ്ട്. അപ്പോൾ അടിയിലൊക്കെ വെള്ളം ഉണ്ടല്ലേ, കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ചിടാമെന്ന്. കുറച്ച് കിടക്കട്ടെ. ഇനി ഞാൻ വെള്ളമൊക്കെ വറ്റി. ഇനി ഞാൻ തീ ഏറ്റവും ലോയിലിടുക കേട്ടോ. ഇത്രയൊന്നും വേണ്ട, പിന്നെ എൻ്റെ പേടി കൊണ്ട് ഞാനങ്ങ് ചെയ്തതാണ്. തീ ഏറ്റവും കുറച്ച്. ഇപ്പം ഇതിൻ്റെ അടിയിലൊന്നും വെള്ളമില്ല, നന്നായി ഇതായി. അപ്പം ഞാൻ ഇച്ചിരി തുറന്നിടട്ടെ, കാരണം ഇത് നല്ല ചൂടുള്ള പാത്രം ആയതുകൊണ്ടേ. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞതിൽ പൈനാപ്പിൾ ഉള്ളവർക്ക് പൈനാപ്പിൾ ചേർക്കാൻ ഞാൻ ഇച്ചിരി എസൻസ് ഒരു മണത്തിന് വേണ്ടി. റൈസ് ഒന്നേ തൊടാതെ കിടക്കുക. നല്ലതായിട്ട് ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് ബാക്കിയും കൂടെ വറുത്ത് നെയ്യിൻ്റെ അകത്ത്. ഇതൊക്കെ ഇട്ടാലേ ഒരു രസമുള്ളൂ പോളെ. ഒരാൾ ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അടുക്കളയിലോട്ട് വന്നേ. അത് കണ്ടിട്ട് ഷെടാന്ന് പറയുക. നമ്മുടെ ചിക്കൻ കറി താണ്ടെ കുറേയും കൂടെ സെറ്റായി. അച്ഛേ നീ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും പറഞ്ഞു ഇപ്പം നല്ല സ്മാർട്ട് ബോയ് ആയിട്ടുണ്ടെന്ന് കേട്ടോ, വണ്ണമൊക്കെ കുറഞ്ഞെന്ന്. നമ്മുടെ ഷെഫിന് കൊടുത്തന്നെ ഷെഫ് പറഞ്ഞു നല്ലതാണ്.
അപ്പോൾ അവനിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതാ, അപ്പോഴാണ് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് ഞാൻ അടുത്ത ദിവസം ഇടാമേ. ഇപ്പം തന്നെ സമയം ഇത്രയായില്ലേ, ഇത്രയും മിനിറ്റ് ആയില്ലേ വീഡിയോ, എനിക്ക് നിങ്ങൾക്കങ്ങ് ബോറാവും. അപ്പോൾ വൈകുന്നേരമാണ് ഞാനൊരു ഇച്ചിരി കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു. Goodbye.